ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജിയിൽ ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഡീപ് ഫേക്ക് വീഡിയോസ് മുതൽ AI റോബോട്ട്സ് വരെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തി തെളിയിക്കുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് CES 2020 2020 സാംസങ് ഒരു കൃത്രിമ മനുഷ്യനായ നിയോണിനെ അവതരിപ്പിച്ച് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള പ്രണവ് മിസ്ട്രി നയിക്കുന്ന സ്റ്റാർ ലാബ്സ് ആണ് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യനെ പോലെ തന്നെ എന്താ പറയുക, അവരെ പോലെ തന്നെ വികാരവും ബുദ്ധിയും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഈ ഒരു നിയോൺ എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊജക്റ്റുകളിലെ ഏറ്റവും പുതിയ ഘട്ടമാണ് ഈ ഒരു സാംസങ്ങിൻ്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു CES 2020 അവർ പുറത്തുവിട്ടിട്ടുള്ളത്. കമ്പ്യൂട്ടേഷൻ ടെക്നോളജി കൊണ്ട് നിർമ്മിച്ച വെർച്വൽ ഹ്യൂമൺ ആണ് നിയോൺ എന്ന് പറയുന്നത്. യഥാർത്ഥ മനുഷ്യനെ പോലെ തോന്നുകയും പെരുമാറുകയും ചെയ്യും എന്നത് മാത്രമല്ല, നിയോണിന് വികാരങ്ങളും ബുദ്ധിയും പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നാണ് സാംസങ് അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ആമസോൺ അലക്സ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റന്റ്, ബിക്സ്ബി എന്നീ വെർച്വൽ അസിസ്റ്റന്റുകളുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒന്നല്ല നിയോൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ പവർ കൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയാറുണ്ട്, അതുമല്ല നമ്മുടെ മനുഷ്യന്റെ ഒരു അതേപോലത്തെ ഒരു കോപ്പി എന്നോ നമുക്ക് നിയോണിനെ പറയാൻ സാധിക്കില്ല. ഇത് മനുഷ്യരെ അനുസ്മരിപ്പിക്കുന്ന അവതാർ ആണ് എന്നാണ് സാംസങ് പറയുന്നത്. ഇവയ്ക്ക് മനുഷ്യരുമായിട്ട് സംസാരിക്കാനും മറ്റും കഴിയുകയും ചെയ്യും. നിയോൺ എന്നത് പുതിയ തരം ജീവിയാണ്. ഭൂമിയിലുള്ള ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്കിടയിലേക്ക് ഒന്നിനെ കൂടെ കൊണ്ടുവരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിന്റെ പ്രോജക്ട് ഹെഡ് ആയിട്ടുള്ള പ്രണവ് മിസ്ട്രി അഭിപ്രായപ്പെടുന്നത്. ഇത്തരം നിയോണുകളായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാൻ സാധിക്കും. അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളായി മാറാനും പറ്റും. ഒരു സഹയാത്രികനാകാം. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെ സാധിക്കും. തനിക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് സംസാരിക്കുക, ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവയ്ക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിഗത അധ്യാപകനാകാനും സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാകാനും അതുപോലെ തന്നെ ഉടമയുടെ ആരോഗ്യ പരിപാലനത്തിനൊക്കെ ഒരു ബോഡി ഗാർഡ് പോലെയൊക്കെ ഇതിന് നിൽക്കാൻ കഴിയും, നമ്മളെ സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ എന്ന് പറയാം, നമ്മുടെ മനുഷ്യൻ്റെ കോപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു റോബോട്ട്, ഇതൊന്നും നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല. മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് പോലെ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇത്തരത്തിലൊക്കെ ഉള്ളൊരു ടെക്നോളജി അത് നമ്മുടെ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ അത്തരം കാര്യങ്ങൾ ഇതിപ്പം ആ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു സാംസങ്. അതിനി വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അറിയാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മിഷാണ്. ബൈ.